എന്താണ് മോളെ, എന്തു പറ്റി? കുറെ നേരമായിട്ടിരുന്ന് ആലോചിക്കണത്. നല്ല വിഷമമൊക്കെ ഉണ്ടല്ലോ. എന്താണ്, എന്തു പറ്റി? എന്താണ് മോളെ, പറ. ഏയ്, ഒന്നുമില്ലമ്മേ. അല്ല, മോളിങ്ങനെ വിഷമിച്ചിരിക്കണമെന്ന് കണ്ടിട്ടില്ലല്ലോ, അതാണ് ഞാൻ ചോദിച്ചതേ. എന്തു പറ്റി? ആലോചിച്ച് കൂട്ടണത് കുറെ നേരമായല്ല. ഇനി ഇങ്ങനെ പോയാൽ ശരിയാവൂലമ്മേ, എന്തെങ്കിലും ചെയ്യണം. എന്താണ്? അതൊന്നുമല്ല, ഏട്ടൻ മാത്രല്ലേ ജോലിക്ക് പോകുന്നുള്ളൂ നമ്മുടെ ഇവിടുന്നേ. നമ്മുടെ കാര്യങ്ങളൊക്കെ ഏട്ടൻ ഒറ്റയ്ക്ക് നോക്കി നോക്കി വിഷമിച്ച്. എൻ്റെ കാര്യം, നമ്മുടെ കാര്യം, വീടിൻ്റെ കാര്യം, കറണ്ട് ബില്ലിങ്, അങ്ങനെ എന്തോരം കാര്യങ്ങളാണ്. ഏട്ടനെ കൊണ്ടൊക്കെ ഉണ്ടാവൂല. ഞാനൊരു ജോലിക്ക് പോവാന്ന് വിചാരിക്കണേ. അതപ്പോ ഏട്ടനും അമ്മക്കൊക്കെ ഒരു സഹായമാവുമല്ലോ. അതാണ്. അതൊന്നും ഓർത്ത് ഇപ്പൊ മോള് വിഷമിക്കണ്ട. അവനിപ്പോ നല്ല ശമ്പളമൊക്കെ ഉള്ള ജോലിയൊക്കെ ഉണ്ടല്ലോ. പിന്നെ പിള്ളേരൊന്നുമില്ല നമുക്കിപ്പോ ഇവിടെ, പിള്ളേരൊന്നും ആയിട്ടില്ല. പിന്നെ വലിയ വലിയ കടങ്ങളൊന്നും ഇല്ല. കല്യാണത്തിന്റെ സമയത്തുണ്ടായിരുന്ന കടങ്ങളൊക്കെ അല്ലേ, അതൊക്കെ തീർന്ന ഒരുമാതിരിയൊക്കെ ആയല്ല. പിന്നെ മോൾ അങ്ങനെ ടെൻഷനൊന്നും അടിക്കണ്ട, കുഴപ്പമൊന്നുമില്ല. അവനെ കൊണ്ട് അതൊക്കെ കുഴപ്പമില്ലാണ്ട് നോക്കാൻ പറ്റും. മോൾ അതോർത്ത് ടെൻഷൻ അടിക്കണ്ടട്ടാ. ഞാനോർത്ത് എന്ത് വലിയ കാര്യമാണ്. മോളിപ്പോ ജോലിക്ക് പോയിട്ടൊന്നും വേണ്ട, കുഴപ്പമൊന്നുമില്ല കേട്ടാ. ഏയ്, അത് ശരിയാവൂലമ്മേ. ഇനിയും ഞാനിങ്ങനെ ഇരുന്നാൽ ശരിയാവൂല. എന്തെങ്കിലും ചെയ്യണം. പൈസക്ക് പൈസ തന്നെ വേണ്ടേ. ഞാനെന്തായാലും തീരുമാനിച്ചു. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളിക്കാരത്തി എറണാകുളത്ത് വർക്ക് ചെയ്യുന്നതാണ്. അവളെ വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ജോലി വേഗം ശരിയാക്കി തരാൻ പറ്റും. അപ്പം ഞാൻ അങ്ങനെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചാണ്. അല്ല, മോളുടെ തീരുമാനം അതാണെങ്കിൽ പിന്നെ ഞാൻ എന്ത് പറയാനാണ്. ഇവിടെ വെറുതെ ഇരിക്കണല്ലേ, നമ്മ രണ്ടുപേരല്ലേ ഉള്ളൂ, വലിയ പണിയൊന്നുമില്ല. പിന്നെ മോൾക്ക് അങ്ങനെ ജോലിക്ക് പോകണം, ഒരു ചേഞ്ച് ആവും. അപ്പൊ ഒരു സന്തോഷമൊക്കെ കിട്ടും പുറത്തൊക്കെ പോകുമ്പോ. അങ്ങനെയാണെങ്കിൽ മോളെന്നാ അങ്ങനെ ചെയ്യും, കുഴപ്പമൊന്നുമില്ല. അപ്പൊ അവനൊരാശ്വാസമാവുമല്ല. ഞാൻ എന്തായാലും അവളൊന്ന് പോയി കാണട്ടെ. ഇന്ന് തന്നെ പോയി കാണാം. അപ്പൊ ചിലപ്പോൾ ജോലിക്ക് പെട്ടെന്ന് തന്നെ വിളിക്കുമല്ല. ഇനി സമയങ്ങളൊന്നും ശരിയാവൂല. ഇപ്പഴാ? അയ്യോ, ഇപ്പൊ തന്നെ പോണമെന്നില്ല മോളെ, പതുക്കനെ മതി. അവൻ വന്ന് സംസാരിച്ച് അവനോടൊക്കെ ചോദിച്ചിട്ടൊക്കെ മതി. തിരക്ക് പിടിക്കണ എന്തിനാണ് മോള്? കുഴപ്പമൊന്നുമില്ല. അവനങ്ങനെ ബുദ്ധിമുട്ട് എന്തെങ്കിലും പറഞ്ഞ അവനങ്ങനെ ഇപ്പൊ ശമ്പളമൊക്കെ ഉണ്ടല്ലോ മോളെ, കുഴപ്പമൊന്നുമില്ല. വന്ന് ചോദിച്ചിട്ട് മതി. അത് ശരിയാവൂലമ്മേ, ഇന്ന് തന്നെ പോയി കാണണം. സമയം കളയാൻ പാടില്ല. നമ്മൊരു കാര്യത്തിന് ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടപ്പിലാക്കണം. ഞാനൊന്ന് റെഡിയായിട്ട് വേഗം അവളൊന്ന് പോയി കാണട്ടെ. ജോലിയുടെ കാര്യം വേഗം ശരിയാക്കണം. പെണ്ണിന് എന്ത് പറ്റി? ഇന്നലെ വരെ ആ ചെറുക്കൻ്റെ പൈസ മുഴുവനും അനാവശ്യമായിട്ട് ചിലവാകണം, മുഴുവൻ ഈ പെങ്കൊച്ച. അതല്ലാണ്ട് ഇവിടെ വേറെ ചിലവേ ഇല്ല. പിന്നെ എന്ത് പറ്റിയെന്നാ? എന്തെങ്കിലും ആവട്ടെ. തീരുമാനങ്ങൾ നല്ലതിന് തന്നെയാണ്. ജോലിക്ക് പോകുമ്പോഴും സമ്പാദിക്കുമ്പോഴും അതിൻ്റെ ഒരു ചൂടറിയുമല്ലോ. ഈ അനാവശ്യമായിട്ടുള്ള കാശ് ചിലവാക്കലൊക്കെ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. എന്തായാലും ഒരു നല്ല തീരുമാനം എടുത്താൽ നന്നായി. കൂട്ടുകാരി തന്നെ ജോലിയുടെ ആവശ്യത്തിന് കാണാൻ പോകുന്നു പണ്ട് മുറിയിലോട്ട് പോയതാണല്ലോ. പിന്നെ ഡ്രസ്സ് മാറി ഇങ്ങോട്ട് വന്നതും കണ്ടില്ല, ജോലിക്ക് അന്വേഷിച്ച് പോകുന്നതും കണ്ടില്ല. പുറത്തോട്ട് എന്തായാലും പോയിട്ടില്ല. എങ്ങാട് പോയി? ഈശ്വര, ഇനി വല്ല കളയുകയും ചെയ്യണ്ട.
ആലോചിച്ചൊക്കെ ഇരിക്കണ കണ്ടിട്ട് എന്തോ കാര്യമായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു. എൻ്റെ മോൻ വരുമ്പോൾ ഞാൻ എന്തു പറയും? ഷോ, ഒന്ന് നോക്കട്ടെ. മോളെ, മോളെ, എന്താണമ്മേ? മോളെ കൂട്ടുകാരത്തിനെ കാണാൻ പോണെന്ന് പറഞ്ഞ് ജോലിയുടെ കാര്യത്തിന് ഇതാണ് കിടന്നുറങ്ങണ വയ്യേ? കൂട്ടുകാരത്തിനും കാണണം, ജോലിയുടെ കാര്യം പറയാനേ. കാണണം. ഏട്ടനെ ഒറ്റയ്ക്ക് പണിക്ക് വിട്ട ശരിയാവൂല. ചെലവുണ്ടല്ലോ, പൈസ തന്നെ വേണമല്ല. ആ, പോണം. പോവാട്ടാ. നാളെ പോവമ്മേ. നാളെ പോയി നാളെ തന്നെ ജോലി ശരിയാകും. ഞാൻ നാളെ തന്നെ ശരിയാക്കും. അമ്മ വെക്കും. ഇവിടെ സമ്പാദിച്ചത് തന്നെ, എൻ്റെ മോനെ സഹായിച്ചത് തന്നെ, ജോലിക്ക് പോയത് തന്നെ. ഉറങ്ങിക്കോട്ടാ, ഉറങ്ങിക്കോ. ഭക്ഷണമാകുമ്പോ വിളിക്കാട്ടാ. സമയം കളയാൻ പാടില്ല നമ്മൊരു കാര്യത്തിൽ.